അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മോമിനിങ്ങളെ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു പ്രസ്താവന, വളരെ സന്തോഷകരമായ ഒരു പ്രസ്താവന ഞാൻ കാണുകയുണ്ടായി. എന്താണെന്നറിയോ? ഈ ലോകത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഉസ്താദിൻ്റെ ഒരു പ്രസ്താവന 22-ാം തീയതി വരികയുണ്ടായി. യുദ്ധം നീണ്ടുപോകുന്നത് ആശങ്കയുണ്ടാകുന്നു, സമാധാനത്തിനായി പ്രാർത്ഥന നടത്തുക, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന AP ഉസ്താദിൻ്റെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി. അപ്പോൾ ഇവിടെ യുദ്ധം ഉണ്ടായെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒന്നും യുദ്ധം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷിക്കലല്ല. ഉസ്താദ് ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. മാത്രമല്ല, അവിടുത്തെ അണികളോട് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ. അവിടുത്തെ ആ ദീർഘായുസ് എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ദീർഘായുസാണ്. ഉസ്താദിൻ്റെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ഈ ലോകത്തിന് അത് വലിയ അനുഗ്രഹമാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പോൾ ഉസ്താദിനെ പോലെയുള്ളവർ ഇവിടെ ജീവിച്ചിരിക്കൽ ആവശ്യമാണ്. അല്ലാഹു തആല ഒരുപാട് കാലം നല്ല ആഫിയത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പോൾ എല്ലാ വിഷയത്തിലും ഉസ്താദിന് കഴിയുന്ന നിലക്ക് ഓരോ സ്ഥലങ്ങളിലും എന്താണ് ഉസ്താദിന് ഇടപെടാൻ കഴിയുന്നത് അത് ഉസ്താദ് ഈ ലോകത്തിന് വേണ്ടി, ഈ ലോകത്തുള്ള മനുഷ്യർക്ക് വേണ്ടി, കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഉസ്താദ് വിനിയോഗിക്കുന്നു. ഈ പ്രായത്തിലും അവിടുത്തെ ആ ഒരു പ്രവർത്തനം നമുക്ക് അത്ഭുതപ്പെടുത്തുന്നു. നമ്മളുടെ വീട്ടിൻ്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് ടെൻഷനുകൾ ഉണ്ടാക്കുമ്പോൾ ഉസ്താദ് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടിയുമുള്ള സന്തോഷത്തിന് വേണ്ടി പാഞ്ഞു നടക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ്. നമ്മളെ വീട്ടിൻ്റെ കാര്യമോ, നമ്മൾ ചെറിയൊരു വീട്ടിൽ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ നമ്മൾക്കുണ്ടാകുന്ന ടെൻഷന് കയ്യും കണക്കില്ല. നേരെ മറിച്ച് എന്തെല്ലാം വിഷയങ്ങളാണ് ഉസ്താദ് എത്രയോ യതീമുകൾക്ക് ഓരോ ദിവസം ഭക്ഷണം കൊടുക്കുകയും അവർക്ക് പഠനം നിർവഹിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുകയും അതിനെ നോക്കുകയും പ്രവർത്തിക്കുകയും, ഇങ്ങനെ എന്തെല്ലാം മേഖലകളാണ് ഉസ്താദിൻ്റെ കരങ്ങളും ഉസ്താദിൻ്റെ ചിന്തയും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു കറാമത്ത്, വലിയ ഹിമ്മത്താണ്. അത് തകരാത്ത ഒരു കോട്ടയാണ്. ദുൽഖർനൈൻ രാജാവിൻ്റെ കോട്ട പോലെ വലിയ തകർക്കാനാവാത്തൊരു കോട്ടയാണ് കാന്തപുരം ഉസ്താദ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദിൻ്റെ ഓരോ നിമിഷത്തുള്ള ആയുസ് നമ്മൾക്ക് ഒരു സന്തോഷമാണ്. അല്ലാഹു തആല ഉസ്താദിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ഉസ്താദ് എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രസ്താവനയും അതുപോലെ തന്നെ നമ്മളോട് പറയുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഉസ്താദ് ഇവിടെ നമുക്ക് വേണം, എപ്പോഴും വേണം. അതിന് വേണ്ടി ഉസ്താദിൻ്റെ ദീർഘായുസിന് വേണ്ടി അതിൻ്റെ ഇടയിലൂടെ പ്രാർത്ഥിക്കണം. നല്ല നാളുകൾ, വെള്ളിയാഴ്ച പോലെയുള്ള നല്ല നാളുകൾ പ്രത്യേകിച്ച് നാം അത് ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.